എന്ന് വെച്ചാല് ഒരു മനുഷ്യൻ അയാളുടെ 40 years അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷൂസ്, അയാളൊരു ഷൂ കട തുടങ്ങാൻ തീരുമാനിച്ചിട്ട് ഈസീസ് ഇല്ലേ, നമ്മുടെ കാനിയ വെസ്റ്റിന്റെ പേരിലുള്ള ഈസീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, അയാൾ തീരുമാനിച്ചു അയാളുടെ ഷൂ കടയിൽ ഈസീസ് മാത്രമേ വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. 40 years അയാള്. അപ്പൊ അങ്ങനെ അയാള് ഈസീസ് മാത്രം വെച്ചൊരു ഷോപ്പ് സെറ്റ്, ഈസീസ് വെച്ചിട്ട് അപ്പൊ എല്ലാം ഇപ്പൊ ഇയാള് ഇത് ചെയ്തിട്ട് വിറ്റു. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഈസീസിന് ഒരു പ്രശ്നം വന്നല്ലോ. അപ്പോ മറ്റേ ആന്റിസെമിറ്റിക് മറ്റേ ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാള് പറഞ്ഞു എല്ലാ, അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ വരാണ്ടായി, അവർക്ക് ഷൂസ് വരാണ്ടായി. എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാള് പറഞ്ഞു ഈ ഷൂ മുഴുവൻ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ കട അടയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളൊരു 45-50 years ഒക്കെ ആയപ്പോ ഇയാളുടെ ഏതാണ്ടല്ല ഷൂ വിറ്റ് കഴിഞ്ഞ് ആകെ ഒരു കുറച്ച് പേരുകളുള്ളൂ. പക്ഷെ അതെല്ലാം സ്പെസിഫിക് സൈസ് ഉള്ള പേരുകളാണ്. ആ പേരുകളാണ്. അപ്പൊ ഒരു 36 സൈസ് ഈസീസ് ഉണ്ടായിരുന്നു അവിടെ. അത് വാങ്ങാൻ മാത്രം ആരും വന്നില്ല. അതൊരു വൈറ്റ് കളർ ഈസീസ് ആണ്. അപ്പൊ അത് വാങ്ങാനായിട്ട് ആരും വരണമൊന്നുമില്ല. ഭയങ്കര ഇതായപ്പോ അയാൾ പറഞ്ഞു ആ പേരും കൂടി വിറ്റിട്ട് ഞാൻ കട അടയ്ക്കുള്ളൂ. 60 വയസ്സായി. 60 വയസ്സായപ്പോ ഒരു സ്ത്രീ വന്നു. അപ്പൊ എല്ലാവരും വരും ഈ കടയിലോട്ട് വന്നിട്ട് ഒരു ഷൂ മാത്രമേ ഉള്ളൂ എന്നിട്ട് പൊക്കളായി. ഈ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഇത് നോക്കിട്ട് പറയും ഇവിടെ 36 വൈറ്റ് ഈസീസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ വന്നതാണ്, എനിക്ക് വേണമെന്ന് പറയും. ഇവരെടുത്തിട്ട് അയാൾ പറയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം എനിക്കിനി ഇത് വയ്ക്കാൻ പറ്റില്ല, ഇത് കൂടി കൊടുത്തതിനെ ഞാൻ വിൽക്കുകയാണ് കട. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ ആയി. അയാള് ഇതെടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ ചോദിക്കും മോളുടെ പേരെന്താണെന്ന് ചോദിക്കും. അങ്കിൾ എന്റെ പേര് ഉർവശി എന്നാണെന്ന് പറയും. ഉർവശി എന്നാണ് ആ പെണ്ണിന്റെ പേര്. അപ്പൊ അയാള് ഷൂ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് എടുത്ത് കൊടുത്തിട്ട് പറയും ഉർവശി ടേക്ക് ഇറ്റ് ഈസി ഉർവശി. ഞാൻ മാത്രം അനുഭവിച്ചാ പോരാ, നിങ്ങളും അനുഭവിക്കണം. ഇതാണ് ദിവസവും ഞാൻ വീട്ടിൽ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൺമുമ്പിൽ ഞാനാണ് ചളിക്കാരി അല്ലേ? അപ്പൊ ഇതെന്താണ് അതിലും ലോ ലെവൽ. നിന്നെ വിളിക്കാൻ കണ്ട തുപ്പും, മനസ്സിലായ? പക്ഷെ ഞാൻ പറയുന്നില്ല. Take it easy, Urvashi. അയ്യോ ചിരിക്കല്ലേ, ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല.